സർജനുമായ ഡോക്ടർ VP പൈലിയാണ്. ഡോക്ടറെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം സർ ടു ദ പ്രോഗ്രാം. താങ്ക് യു സർ. നമ്മൾ കുട്ടികൾ ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ജനിച്ച് വാർദ്ധക്യത്തിൽ എത്തുന്നത് വരെ ഓരോ കാലഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകാറുണ്ട്. അതിലൊരു പ്രധാന ഘട്ടമാണ് ആദ്യത്തെ ആർത്തവം ഉണ്ടാകുന്നത്. സാധാരണ നമ്മൾ ആദ്യത്തെ ആർത്തവം എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 11 മുതൽ 14 വയസ്സിനിടയിലാണ്. മിക്കവാറും എല്ലാ കുട്ടികൾക്കും ഈ കാലയളവിലാണ് ആദ്യത്തെ ആർത്തവം ഉണ്ടാകുന്നത്. പക്ഷെ ചില കുട്ടികളിൽ ആ സമയത്തും ആർത്തവം ഉണ്ടാകാറില്ല. ഇങ്ങനെ എത്ര വയസ്സ് വരെ നമുക്ക് ആർത്തവം വരുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കാം? എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണേണ്ടത് ആദ്യത്തെ ആർത്തവം വന്നിട്ടില്ലെങ്കിൽ? അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. 11 മുതൽ 14 എന്ന് പറഞ്ഞെങ്കിലും 9 വയസ്സിന് ശേഷം ഉണ്ടാകുന്ന ആർത്തവം നോർമലായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ. അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇനി 14 വയസ്സ് വരെ ആയിട്ടും ആർത്തവം കിട്ടിയിട്ടില്ല. കുട്ടിക്ക് സാധാരണ പെൺകുട്ടികൾക്ക് ആ പ്രായത്തിൽ വരുന്ന ലൈംഗിക ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ താമസിയാതെ ഡോക്ടറെ പോയി കാണണം. പക്ഷേ സാധാരണ കുട്ടികളിൽ വരുന്ന ചേഞ്ചസ്, പ്രത്യേകിച്ചും പൊക്കം അല്പം കൂടുക, ദേഹം അല്പം കൂടെ പുഷ്ടി വയ്ക്കുക, ബ്രസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് തുടങ്ങുക, ഇങ്ങനെയുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിൽ കുറച്ച് മാസങ്ങൾ കൂടെ വെയിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. ഏകദേശം 15-16 വയസ്സ് വരെ വെയിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. ചില കുട്ടികൾ 9 വയസ്സിൽ താഴെ ആർത്തവം ഉണ്ടാകാറുണ്ടോ? ഉണ്ട്, അങ്ങനെ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഉണ്ടാകുവാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണേണ്ടതാണ്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപൂർവമാണ്, എന്നാലും അതിന് പ്രത്യേക കാരണങ്ങൾ ഉണ്ടാകാം. ബോഡിയിൽ അപൂർവമായിട്ടുണ്ടാകുന്ന ചില ട്യൂമറുകളും ഒക്കെ ആകാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിക്കണമല്ലോ. ഓക്കെ. പിന്നെ ആദ്യത്തെ ആർത്തവത്തിന് ശേഷം മിക്കവാറും കുട്ടികൾക്ക് ക്രമം തെറ്റിയ ആർത്തവം വളരെ സാധാരണമാണ്. മാത്രമല്ല ചിലർക്ക് ക്രമം തെറ്റിയ ആർത്തവം വന്നാൽ അതിനുശേഷം അമിത രക്തസ്രാവവും കാണാറുണ്ട്. അത് വളരെ ശരിയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് നടന്നു തുടങ്ങുമ്പോഴത്തെ കാലം പോലെയാണ്. ആർത്തവം തുടങ്ങുമ്പോൾ ഗർഭപാത്രവും അണ്ഡാശയവും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയും എല്ലാം ഒരുമിച്ച് കോർഡിനേറ്റഡായിട്ട് പ്രവർത്തിക്കുമ്പോഴാണല്ലോ ആർത്തവം നടക്കുന്നത്. അത് ഒന്ന് ശരിയായി വരുന്നതിന് അല്പം സമയമെടുക്കും. അതുകൊണ്ട് ആദ്യം അല്പം ക്രമം തെറ്റുന്നതിലൊട്ടും വിചാരപ്പെടാനില്ല. പിന്നെ മറ്റൊരു കാര്യം, ആദ്യ മാസങ്ങളിലെ ആർത്തവങ്ങൾ മിക്കവരിലും അണ്ടോൽപാദനം ഇല്ലാതെ ഉണ്ടാകുന്ന ആർത്തവമാണ്. അങ്ങനെ ആകുമ്പോൾ അത് കൃത്യസമയത്ത് നമ്മൾ സാധാരണ വിചാരിക്കുന്നത് പോലെ 28 ദിവസം കൂടുമ്പോൾ വന്നുകൊള്ളണമെന്നൊന്നുമില്ല. ഈ അമിത രക്തസ്രാവം ഈ പ്രായത്തിൽ കണ്ടാൽ നമ്മൾ എന്തെങ്കിലും ചികിത്സ നേടേണ്ടതായിട്ടുണ്ടോ? ഒരു പ്രാവശ്യമോ അങ്ങനെ ഇടവിട്ട് 1-2 പ്രാവശ്യമോ, പ്രത്യേകിച്ചും കുറച്ച് നാൾ മാസങ്ങളിൽ ഇല്ലാതിരുന്നിട്ട് വന്നപ്പോൾ ഉണ്ടായതാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. പക്ഷേ എല്ലാ മാസവും അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടെങ്കിൽ അത് കുട്ടിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതായതുകൊണ്ട് അതെ, തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് അത് എക്സാമിൻ ചെയ്യുന്നത് ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ മാസമുറ സമയത്ത് അതികഠിനമായ വേദന ചില കുട്ടികളിൽ കാണാറുണ്ട്. ചിലർക്ക് ചെറിയ തോതിലെ വേദന കാണാറുള്ളൂ, മറ്റു ചിലർക്ക് അവർക്ക് സ്കൂളിൽ പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അങ്ങനെ അതികഠിനമായ വേദന വന്നാൽ നമ്മൾ അത് കൂടുതൽ ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഭാഗ്യത്തിന് ആദ്യ മാസങ്ങളിലെ ആർത്തവം സാധാരണഗതിയിൽ പെയിൻഫുൾ അല്ല. അതിൻ്റെ കാരണം അണ്ടോൽപാദനത്തിന് ശേഷം ഉണ്ടാകുന്ന ആർത്തവമാണ് സാധാരണഗതിയിൽ പെയിൻഫുൾ ആകുന്നത്. പക്ഷേ എല്ലാ മാസവും വളരെ പെയിൻഫുള്ളായിട്ടാണ് മാസമുറ ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണണം. പ്രത്യേകിച്ചും ആ കുഞ്ഞിന് സ്കൂളിൽ പോകുന്നതിന് ഈ പെയിൻ ഒരു കാരണമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ വളരെ അമിതമായ രക്തസ്രാവം ഉണ്ടെങ്കിലും ഡോക്ടറെ കണ്ട് അതിൻ്റെ കാരണം കാണുകയും അതിനുള്ള പ്രതിവിധി നേടുകയും വേണ്ടതാണ്. ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് ഇപ്പം കേൾക്കുന്ന ഒരു അസുഖമാണ്. ഇത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? എന്താണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ? വളരെ ശരിയാണ് പറഞ്ഞത്. പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അല്ലെങ്കിൽ ഡിസീസ് എന്ന് പറയുന്ന ഈ ഒരു പ്രത്യേകത ഇപ്പോൾ പണ്ടത്തേനേക്കാൾ കൂടുതലായിട്ട് റെക്കഗ്നൈസ്ഡ് ആകുന്നുണ്ട് എന്ന് മാത്രമല്ല, ഒരു പക്ഷേ അതിൻ്റെ ഇൻസിഡൻസും ശരിക്കും കൂടിയിട്ടുണ്ട്. പണ്ട് 10-50 കൊല്ലം മുമ്പ് ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്ത് ഈ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇതിനെ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം എന്ന് വിളിക്കുന്നതും അറിയേണ്ടതാണ്. ഈ ഒരു പേര് വന്നത് തന്നെ അൾട്രാസൗണ്ട് എക്സാമിനേഷൻ വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് ഇതിന് വേറെ പേരാ പറഞ്ഞിരുന്നത്. അത് സ്റ്റീൽ ലെവൻതാൽ സിൻഡ്രോം എന്നൊക്കെയാണ് അതിനെ പറഞ്ഞിരുന്നത്. പക്ഷേ അൾട്രാസൗണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ ആന്തരിക അവയവങ്ങളുടെ
ഘടന മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയായി വന്നതോടുകൂടി ഇങ്ങനെയുള്ള ആളുകളിൽ അണ്ഡാശയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. അണ്ഡാശയത്തിൻ്റെ ഒരു പടമെടുത്ത് നോക്കിയാൽ അണ്ഡാശയം ഒരു ഓവൽ ഷേപ്പിലുള്ളതാണെന്ന് അറിയാമല്ലോ. അതിൻ്റെ പെരിഫറിയിൽ ചെറിയ ചെറിയ കുമ്പളകൾ പോലെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നും. അതുകൊണ്ടാണ് ഈ പോളിസിസ്റ്റിക് ഓവറി എന്നുള്ള പേര് തന്നെ വന്നത്. നേരത്തെ ചോദിച്ചതുപോലെ ഇത് ഇപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ വിശദമായിട്ട് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം ശരിയാണ്, പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്ന ആ പ്രോബ്ലം ഇപ്പോൾ മച്ച് മോർ ദാൻ ബിഫോർ കൂടുതലായി വരുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അതിനൊരു പ്രധാന കാരണമാണ്. പ്രത്യേകിച്ചും ഈ ടെൻഡൻസി ഉള്ള കുട്ടികളിൽ അവർക്ക് ഓവർ വെയ്റ്റ് വരികയാണെങ്കിൽ അതിൻ്റെ കാഠിന്യം, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറച്ചുകൂടെ കൂടുതൽ വരും. ഇപ്പോൾ അറിയാമല്ലോ, കുട്ടികളിലെ ഒബേസിറ്റി ഇപ്പോൾ ഒരു വലിയൊരു എപ്പിഡമിയോളജിക്കൽ ലെവലിലേക്ക്, എപ്പിഡമിക് ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈലിന് ഇതിനൊരു കോൺട്രിബ്യൂഷനുണ്ട്. അതുകൂടാതെ ജനറ്റിക് ഫാക്ടേഴ്സും ഇതിനുണ്ട്. ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അമ്മയ്ക്ക് ഇതിൻ്റെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളിൽ നമുക്കത് പ്രതീക്ഷിക്കാം. അങ്ങനെയുണ്ട്. എന്തൊക്കെയാണ് ഡോക്ടർ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ? ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ആർത്തവ സംബന്ധമായിട്ടുള്ളത് തന്നെയാണ്. പീരിയഡ്സ് മുമ്പ് പറഞ്ഞതുപോലെ മാസം അല്ലെങ്കിൽ 28 ദിവസം കൂടുമ്പോൾ വരിക എന്നുള്ളത് ആയിരിക്കില്ല. ക്രമം തെറ്റി വരും. കുറച്ചുകൂടെ നീണ്ട സൈക്കിൾസ് ആയിരിക്കും. അങ്ങനെ വരുന്ന സൈക്കിൾസ് ആവട്ടെ കുറച്ചുകൂടെ കൂടുതൽ ബ്ലീഡിങ്ങും ഉണ്ടാക്കും. ഈ നീണ്ടു പോകുന്നതിനുള്ള കാരണവും അതുപോലെ ബ്ലീഡിങ് കൂടുതലുണ്ടാകുന്നതിനുള്ള കാരണവും എല്ലാം ഇതോടനുബന്ധിച്ച് ബോഡിയിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളാണ്. അപ്പോൾ പ്രധാനമായിട്ടും പോളിസിസ്റ്റിക് ഓവറിയിൽ സംഭവിക്കുന്ന അതിൻ്റെ അടിസ്ഥാനമായ പ്രോബ്ലം അവരിൽ ഓവുലേഷൻ നടക്കുന്നില്ല, അണ്ടോൽപാദനം നടക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് ക്രമം തെറ്റി ആർത്തവം വരും എന്ന് മാത്രമല്ല, ഈ പോളിസിസ്റ്റിക് എന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഒത്തിരി ഫോളിക്കിൾസ് അണ്ടം വികസിക്കാൻ ട്രൈ ചെയ്യുകയും അതൊന്നും പൂർണ്ണ വളർച്ചയിൽ എത്താതെ നിൽക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഹോർമോൺസ് ഒരു സാധാരണ കുട്ടിയേക്കാളും വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. കുട്ടിയുടേതിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് വരുന്നത് എന്ന് തന്നെയല്ല, പുരുഷ സഹജമായിട്ടുള്ള ഹോർമോൺസ് എല്ലാ സ്ത്രീകളിലും ഉണ്ട്. അതിൻ്റെ അളവ് ഈ കുട്ടികളിൽ അല്പം കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളും കാണും. ഏറ്റവും സാധാരണമായി കുട്ടികളെ പ്രത്യേകിച്ചും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇതോടൊപ്പം കാണുന്ന ദേഹത്തെ രോമ വളർച്ചയുടെ വ്യത്യാസം. മെയിൻലി ഫേഷ്യലാണ് എല്ലാവരും ശ്രദ്ധിക്കുക. പക്ഷേ ഫേഷ്യൽ മാത്രമല്ല, ദേഹത്ത് എല്ലായിടത്തും വരാം. പ്രധാനമായിട്ടും നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഫേഷ്യൽ ഹെയർ ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഫേഷ്യൽ ഹെയർ കൂടുതൽ വരിക, ചിലർക്ക് കൂടുതൽ ഈ മുഖക്കുരു വരിക, ഇത് രണ്ടുമാണ് ഏറ്റവും എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. അത് അൺഫോർച്ചുനേറ്റ്ലി പോളിസിസ്റ്റിക് ഓവറിയിൽ കൂടുതൽ കാണുന്ന പ്രോബ്ലമാണ്. ഇവർക്ക് ഭാവി ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട്. വറിയടിക്കത്തക്ക ഒരു കണ്ടീഷൻ അല്ല എന്നുള്ളത് ആദ്യമേ പറയട്ടെ. ഇത് കേട്ട ഉടനെ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളവർക്ക് ഉടനെ അയ്യോ ജീവിതം തൊലഞ്ഞു പോയി എന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നാച്ചുറലി ആ വേർഡ് അങ്ങനെ കൊണ്ടുവന്നപ്പോൾ പോളിസിസ്റ്റിക് എന്ന് പറയുമ്പോൾ എല്ലാവരും സിസ്റ്റ് എന്ന് ഉടനെ പറയും. അണ്ടാശയത്തിൽ സിസ്റ്റാണ്. പോളി എന്ന് കേൾക്കുമ്പോൾ ഒത്തിരി എന്ന് കേൾക്കുമ്പോൾ ഒത്തിരി സിസ്റ്റാണ് എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെയുള്ള സിസ്റ്റിന് നമ്മൾ വേറെ പേരാ പറയുക. ഇത് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞാൽ അണ്ടാശയത്തിലുള്ള ആ ചെറിയ കുമിളകൾ പോലെയുള്ള സിസ്റ്റുകളാണ് വരുന്നത്. പക്ഷേ ഒത്തിരി നമ്പർ ആകുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഹോർമോൺസിന് വ്യത്യാസമുണ്ട്. അതിൻ്റെ ഇഫക്റ്റ് ബോഡിയിൽ കാണുകയും ചെയ്യും. ലോങ് ടേം ഈ പ്രക്രിയ അവരുടെ റിപ്രൊഡക്റ്റീവ് ലൈഫ്, അതായത് പിന്നീട് കല്യാണം കഴിഞ്ഞിട്ടും സന്താനോൽപാദന സമയത്തും എല്ലാം ഇതിനൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ക്രമമായി അണ്ടോൽപാദനം നടക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രഗ്നൻസി ഉണ്ടാകാനുള്ള ചാൻസ് റെഗുലറായിട്ട് അണ്ടോൽപാദനം നടക്കുന്ന ഒരാളെ അപേക്ഷിച്ച് കുറവായിരിക്കും. പക്ഷേ ഇതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാവുന്ന രീതിയിലേ ഉള്ളൂ. ഇത് ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ മെഡിസിൻ കഴിച്ചാൽ ഭാവിയിൽ കുഴപ്പമാണ് എന്ന് വിചാരിച്ച് ഡോക്ടറെ കാണാതിരിക്കുക, അതല്ലെങ്കിൽ വേറെ പല വിഭാഗങ്ങളിലുള്ള ചില ചികിത്സാ രീതികളിൽ പോയിട്ട് അതിലിങ്ങനെ നടന്ന് വളരെ അഡ്വാൻസ് ഒരു ലെവൽ വരെ ദേഹം മുഴുവൻ വല്ലാതെ ഹെയർ ഗ്രോത്ത് ആകുന്നത് വരെ ഒക്കെ കൊണ്ടു നടക്കുക, ഈ ഒരു രീതിയിലേക്ക് പോകുമ്പോഴാണ് ആക്ച്വലി അത് ഭാവിയിൽ കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നത്. വളരെ അപൂർവമായിട്ട്, പ്രത്യേകിച്ചും ഹെയർ ഗ്രോത്ത് ഒക്കെ വളരെ കൂടുതലാണ് ബോഡിയിലെങ്കിൽ അത് അല്പം കൂടെ വിശദമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെയുള്ള ഹോർമോൺസ് ഏകദേശം പ്രൊഡ്യൂസ് ചെയ്യുന്ന അഡ്രിനൽ ഗ്രന്ഥിയും ഉണ്ട് ബോഡിയിൽ. ഈ അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന ഹോർമോൺസും വളരെ സിമിലറാണ്. അതിലും പുരുഷ സഹജമായ ഹോർമോൺസിൻ്റെ അളവുണ്ട്.
അതുകൊണ്ടാണെങ്കിൽ ഈ ഹെയർ ഗ്രോത്ത് ഒക്കെ വളരെ കൂടുതൽ വരാം. നമ്മളതൊരു സ്കാൻ എടുത്ത് നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അഡ്രിനൽ ഗ്രന്ഥി എന്നുള്ളതാണോ അതോ പോളിസിസ്റ്റിക് ഓവറി ആണോ എന്നുള്ളത്. വെറും സ്കാൻ കൊണ്ട് മാത്രം പറ്റിയെന്ന് വരില്ല. എന്താണെന്ന് വെച്ചാൽ ഈ അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്നുള്ള ചേഞ്ചസ് ആണെങ്കിൽ അഡ്രിനലിൽ വലിയ സ്കാനിൽ പിക്കപ്പ് ചെയ്യാവുന്ന ചേഞ്ചസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വളരെ അപൂർവമായിട്ട്, അതിലും അപൂർവമായിട്ട് ചിലപ്പോൾ ഈ പുരുഷ സഹജമായ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്യൂമർ ഉണ്ടാകാം. അത് അണ്ഡാശയത്തിലുണ്ടാകാം. അങ്ങനെയുള്ള ട്യൂമർ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ